നമ്മൾ മലയാളികൾക്ക് ഓണവും വിഷുവും ഒക്കെ പോലെയാണ് തമിഴന്മാർക്ക് പൊങ്കൽ. അതുപോലെയാണ് ആന്ധ്രയിൽ തെലുങ്കന്മാർക്കൊക്കെ സംക്രാന്തി എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ സീസൺ. അപ്പോൾ സംക്രാന്തിക്കാണ് ഒരുപാട് സിനിമകൾ തിയേറ്ററിൽ ഇറങ്ങാറുണ്ട്. അപ്പോൾ ഈ ഒരു സംക്രാന്തിക്ക് ഒരുപാട് സിനിമകൾ, ഒരുപാട് താരങ്ങളുടെ സൂപ്പർ സ്റ്റാർസ് ഉൾപ്പെടെയുള്ള സിനിമകൾ തെലുങ്കിൽ റിലീസായിരുന്നു. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഇറങ്ങി ഒരു മാസമൊക്കെ ആവാറായി, ഒരു 3 ആഴ്ചയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചിലത് പ്രതീക്ഷിക്കാതെ വിജയിച്ചു, ചിലത് പരാജയപ്പെട്ടു. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ പ്രധാനമായിട്ടും വളരെ ഹൈപ്പോടുകൂടി വന്നിരുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് അവിടുത്തെ എന്താ പറയുക ഏറ്റവും വലിയൊരു സ്റ്റാറായ പ്രഭാസിൻ്റെ രാജാസാബ്, പിന്നെ ചിരഞ്ജീവിയുടെ സിനിമ മാനശങ്കര വരപ്രസാദ് ഗാരു എന്ന് പറയുന്ന ഒരു സിനിമ, പിന്നെ നവീൻ പോളിഷെട്ടി എന്ന് പറയുന്ന അവിടുത്തെ ഇപ്പോൾ അപ്കമിങ് എന്ന് നമുക്ക് പറയാൻ പറ്റുമെന്ന് അറിയില്ല, കുറച്ച് വർഷങ്ങളായി, പക്ഷേ അത്യാവശ്യം നല്ല നല്ല ഹിറ്റുകളൊക്കെ ആയിട്ട് കയറി വരുന്ന ഒരു താരമാണ് നവീൻ പോളിഷെട്ടിയുടെ അനഗനഗ ഒക്കരാജു എന്ന് പറയുന്നൊരു സിനിമ. പിന്നെ ശർവാനന്ദ് എന്ന് പറയുന്ന ഒരു യുവനടൻ, അദ്ദേഹം ശരിക്കും 10-20 വർഷമൊക്കെ ആവാറായി അവിടെ നായകനൊക്കെ ആയിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലത്ത് കുറച്ച് ഫ്ലോപ്പുകളൊക്കെയാണ്. അപ്പോൾ കുറേ കാലമായിട്ട് ഷൂട്ട് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ പെട്ടിയിലിരിക്കുക എന്ന് പറഞ്ഞ പോലെ പെട്ടിയിൽ ഇരുന്നിരുന്ന ഒരു സിനിമ നാരി നാരി നടുമ മുരാരി എന്ന് പറയുന്നൊരു സിനിമ, ആ ഒരു സിനിമ റിലീസായിരുന്നു. പിന്നെ രവി തേജയുടെ മാസ് മഹാരാജ എന്ന് പറയുന്ന രവി തേജയുടെ വാർത്ത മഹാസായലുക്കു വിജ്ഞാപതി. ഇപ്പോൾ തെലുങ്കാണ്, അതുകൊണ്ട് നമുക്ക് കറക്റ്റ് പ്രൊണൗൺസിയേഷനൊക്കെ ചിലപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റായിരിക്കും, എങ്കിലും ഇത്രയും സിനിമകളാണ് അവിടെ റിലീസായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ജനനായകനും പരാശക്തിയും അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവും എന്നൊക്കെ ആദ്യം തന്നെ അവർ തീരുമാനിച്ചിരുന്നത്. കാരണം വിജയും തെലുങ്കിൽ അങ്ങനെ വിജയ്ക്ക് കേരളം പോലെ അങ്ങനെ വലിയ കളക്ഷനൊന്നും തെലുങ്കിൽ കിട്ടാറില്ലെങ്കിൽ പോലും മോശമല്ലാത്തൊരു കളക്ഷനും വിജയ്ക്ക് തെലുങ്കിൽ നിന്ന് കിട്ടാറുണ്ട്. പിന്നെ പരാശക്തി ആണെങ്കിലും ശിവകാർത്തികേയനും അത്യാവശ്യം അവിടെ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അതിനും അതിൻ്റേതായ ഒരു ഹൈപ്പ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സിനിമകൾ ഇറങ്ങണം. അപ്പോൾ സംക്രാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇപ്പോൾ നമ്മൾ പൊങ്കലിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ അവർക്ക് തന്നെ ആഘോഷിക്കേണ്ട സമയമാണ്. പക്ഷേ തമിഴ്നാട്ടിൽ ഇപ്രാവശ്യം അവരുടെ ഒരു പൊങ്കൽ അവർക്ക് ആഘോഷിക്കാനുള്ള ഒരു ഇത് എന്താ പറയുക അവസാന നിമിഷം മാറിപ്പോയി. കാരണം നമ്മുടെ ജനനായകൻ സിനിമ റിലീസായില്ല. പിന്നെ പരാശക്തി ആണെങ്കിലും പ്രതീക്ഷ പോലെ വന്നില്ല. അത് വലിയൊരു ഓളപ്പടമൊന്നും അല്ലായിരുന്നു, അത് കുറച്ചൊരു സീരിയസ് ഒരു കഥയായിരുന്നുകൊണ്ട് അങ്ങനെ ഒരു ആഘോഷിക്കപ്പെട്ട ഒരു സിനിമയല്ലായിരുന്നു തിയേറ്ററിൽ പോയിട്ട്. പിന്നെ നമ്മുടെ ഈ വാവാത്തിയാർ എന്ന് പറയുന്ന കാർത്തിയുടെ സിനിമയാണെങ്കിലും അതും മിക്സഡ് ഒപ്പീനിയൻ വന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവയുടെ ഒരു സിനിമ ഇറങ്ങി, അതായിരുന്നു ശരിക്കും സർപ്രൈസിംഗിലി ഭയങ്കരമായിട്ട് ഹിറ്റായി മാറിയ ഒരു സിനിമ. അപ്പോൾ തമിഴന്മാർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്രാവശ്യം അവർക്ക് ഒരു എന്താ പറയുക 50-50 എന്ന രീതിയിലായിരുന്നു അവരുടെ ഒരു ആഘോഷം. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ആന്ധ്രയിൽ എല്ലാ സിനിമയും ആഘോഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സിനിമകളാണ് റിലീസായത്. അപ്പോൾ ഇതിൻ്റെ കുറിച്ചുള്ള ഒരു കളക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ രാജാസാബ് എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ രാജാസാബ് എന്ന് പറയുന്നതും പ്രഭാസ്, നമുക്കറിയാം ബാഹുബലിയോട് കൂടി പ്രഭാസ് അവിടെ ശരിക്കും ഒരു ടോപ്പ് 5 അല്ലെങ്കിൽ ടോപ്പ് 10 അല്ല, ശരിക്കും ഒരു ടോപ്പ് 5 ലീഗിൽ തന്നെ പ്രഭാസ് ഉണ്ട്. പ്രഭാസ് സിനിമകളൊക്കെ പരാജയപ്പെട്ടാൽ പോലും പ്രഭാസിന് ഭയങ്കരമായിട്ടൊരു ഇനീഷ്യൽ ഒക്കെ പ്രഭാസിന് എപ്പോഴും കിട്ടാറുണ്ട്. അപ്പോൾ 2022 ശരിക്കും ഇതിൻ്റെ സംവിധായകൻ മാരുതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ ചെറിയ സിനിമകളൊക്കെ ചെയ്യുന്ന ഒരു സംവിധായകനാണ്. അപ്പോൾ പ്രഭാസിൻ്റെ അടുത്ത് സലാറും കലിക്കൊക്കെ ചെയ്യുന്ന സമയത്ത് രണ്ടും പ്രഭാസ് വലിയ ബഡ്ജറ്റ് സിനിമകളാണ്. ഇത് ചെയ്യുന്ന സമയത്താണ് ഇദ്ദേഹം പോയിട്ട് ഈ ഒരു കഥ പറയണതും പ്രഭാസിന് അത് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇതിൻ്റെ ഒരു ബാക്കി പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അങ്ങനെയാണ് പിന്നെ ഷൂട്ട് തുടങ്ങിയത്. നമുക്കറിയാം ആ ഒരു സിനിമ സലാറൊക്കെ കഴിഞ്ഞ് കലിക്കൊക്കെ കഴിഞ്ഞ ശേഷമായിരുന്നു ഇതിൻ്റെ ഒരു പോസ്റ്ററൊക്കെ ആദ്യം ഇറങ്ങിയത്. പ്രഭാസ് ഒരു ലുങ്കി കൊടുത്ത് അപ്പോൾ പറഞ്ഞിരുന്നു പ്രഭാസ് ഒരു ബ്രേക്കിന് ശേഷം ഒരു ലൈറ്റ് സബ്ജക്റ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ഇറങ്ങിയിരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പ്രതീക്ഷയൊക്കെ ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോൾ തന്നെ പ്രതീക്ഷയൊക്കെ പോയി. കാരണം 400 കോടി ബഡ്ജറ്റിലാണ് ആ ഒരു സിനിമ ചെയ്തത്. അപ്പോൾ ഏകദേശം ഇറങ്ങിക്കഴിഞ്ഞ ഒരു 10-25 ദിവസമൊക്കെ ആയി. ഏകദേശം ഇതുവരെ അവർ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 200 കോടി, അത് പകുതിയോളം തിയേറ്ററിക്കലി പകുതിയോളം തന്നെ നഷ്ടമാണ് എന്നാണ് പറയുന്നത്. കാരണം 400 കോടി ബഡ്ജറ്റ്, ഏകദേശം ഇന്ത്യയിൽ തന്നെ ഗ്രോസ് ഒരു 180 കോടിയോ ആ റേഞ്ചൊക്കെ ഇന്ത്യയിൽ ഗ്രോസ് ഉള്ളൂ. വേൾഡ് വൈഡ് ഗ്രോസ് 200 കടന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അത് വിചാരിച്ച പോലെ അവർക്ക് എന്താ പറയുക പ്രൊഡ്യൂസർക്ക് നഷ്ടമാണ്. വലിയൊരു സ്റ്റാർ കാസ്റ്റാണ്. പ്രഭാസ് ഉണ്ട്, സഞ്ജയ് ദത്ത് ഉണ്ട്, നിധി അഗർവാൾ ഉണ്ട്, നമ്മുടെ മലയാളിയായ മാളവിക മോഹൻ, ഋതിക് കുമാർ, സറീന വഹാബ്, പിന്നെ അമു അഭിരാമി എന്ന് പറയുന്ന നമുക്ക് അസുരലിലൂടെയൊക്കെ പരിചിതമായിട്ടുള്ള നടിയാണ്. അവരതിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ ആയിട്ട് പോലും ആ ഒരു സിനിമയ്ക്ക് വിചാരിച്ച പോലെ വന്നില്ല കളക്ഷൻ. പിന്നെ ഇപ്പോൾ അത് ഹോട്ട്സ്റ്റാറാണ് ആ ഒരു സിനിമ എടുത്തിരിക്കുന്നത് പറയുന്നു. ഏകദേശം 28-ാം ദിവസം സിനിമ റിലീസ് 28 ഫെബ്രുവരി 6-ാം തീയതി 7-ാം തീയതി ആകുമ്പോൾ ഹോട്ട്സ്റ്റാറിൽ ഒരു ഹോട്ട്സ്റ്റാർ
160 കോടി രൂപയ്ക്കാണ് എടുത്തിരിക്കുന്നതെന്ന് പറയുന്നു. നമുക്കതൊരു ഒഫീഷ്യൽ എങ്കിലും പ്രഭാസിൻ്റെ സിനിമയ്ക്കൊക്കെ എപ്പോഴും നല്ലൊരു ഡിജിറ്റൽ റൈറ്റ്സ് പോവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു 100 കോടി 130 കോടിക്ക് മുകളിലൊക്കെ എന്തായാലും പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇനി മറ്റ് ഇതിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ്സും മറ്റിതിൻ്റെ ഓഡിയോ ട്രെയിലറും മറ്റു കാര്യങ്ങളൊക്കെ യൂട്യൂബ് ആ ഒരു ചാനൽ അവർ പർച്ചേസ് ചെയ്തതൊക്കെ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ലാഭമല്ല, പക്ഷേ നഷ്ടത്തിൻ്റെ അളവ് ചിലപ്പോൾ കുറയുമായിരിക്കും. അപ്പോൾ ഇതാണ് പ്രഭാസിൻ്റെ സിനിമയുടെ അവസ്ഥ. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ട്രോൾ ഇപ്പോൾ വരുന്ന ട്രോളാണോ സത്യമാണോ എന്നറിയില്ല. അതായത് പ്രഭാസ് ഫാൻസ് ഈ ഒരു നിരാശയുടെ പുറത്ത് ഇതിൻ്റെ സംവിധായകൻ എന്തോ അതിൻ്റെ ഒരു പ്രൊമോഷൻ സമയത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പൈസ തിരിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സംവിധായകന് ക്യാഷ് ഓൺ ഡെലിവറി ആക്കിയിട്ട് ഫുഡ് ഓർഡേഴ്സ് ഡെയിലി 100 കണക്കിന് ഫുഡ് ഓർഡേഴ്സാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് വരുന്നത്. എന്നിട്ട് ക്യാഷ് ഓൺ ഡെലിവറി, അതായത് അദ്ദേഹത്തിന് ഒരു പണി കൊടുക്കാൻ വേണ്ടി പ്രഭാസ് ഫാൻസ് ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പല വാർത്തകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട്, എത്രത്തോളം സത്യമെന്ന് അറിയില്ല. എന്തായാലും പ്രഭാസിന് ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ എന്താ പറയുക, ബാഹുബലിയൊക്കെ കഴിഞ്ഞിട്ട് സലാറ് വന്നു, കൽക്കി വന്നു, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ആദിപുരുഷും രാധേശ്യാമും സാഹുവും ഒക്കെ പോലത്തെ കുറേ പരാജയങ്ങൾ സംഭവിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും എന്താ പറയുക കൽക്കിക്ക് ശേഷം ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇത് ഇറങ്ങുന്നത്. അപ്പോൾ ഇതിപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പ്രഭാസ് ഫാൻസ് നിരാശരല്ല, കാരണം അടുത്തത് സ്പിരിറ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ സന്ദീപ് വാങ്കർ റെഡ്ഡിയുടെ സിനിമയാണ് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിലെന്തായാലും പ്രഭാസ് ഇതൊക്കെ പൊളിച്ചടക്കി റെക്കോർഡ് എന്താ പറയുക എല്ലാ റെക്കോർഡും ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ചു വരുമെന്ന് തന്നെയാണ് സിനിമാ ലോകം പ്രതീക്ഷിക്കുന്നത്. പിന്നെ അടുത്തൊരു സിനിമ, അതാണ് ചിരഞ്ജീവിയുടെ സിനിമ. അനിൽ രവിപ്പൊടി എന്ന് പറഞ്ഞ ഡയറക്ടർ, അദ്ദേഹം ഫാമിലി സിനിമകളൊക്കെ ചെയ്ത് ഭഗവന്ത് കേസരി എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഡയറക്ടറാണ്. അദ്ദേഹത്തിന് അവിടെ ഒരു മിനിമം ഗ്യാരണ്ടിയുള്ള ഡയറക്ടറാണ്. അദ്ദേഹം ചിരഞ്ജീവിനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യുന്നു. ഒപ്പം വെങ്കടേഷുണ്ട്. ഈ അനിൽ രവിപ്പൊടിയുടെ മുമ്പത്തെ സിനിമകളൊക്കെ വെങ്കടേഷാണ് പ്രധാനമായിട്ടും അഭിനയിച്ചിരുന്നത്. കഴിഞ്ഞ പൊങ്കലിന് വെങ്കടേഷിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു ഹിറ്റായി മാറിയ ഒരു സിനിമ ചെയ്താണ് അനിൽ രവിപ്പൊടി. ആ വെങ്കടേഷിന് ഇതിലൊരു ഗസ്റ്റ് റോള്, ചിരഞ്ജീവി ഒരു മെയിൻ റോള്. അപ്പോൾ ചിരഞ്ജീവി വെങ്കടേഷും ആദ്യമായിട്ട് സ്ക്രീനിൽ ഒരുമിച്ച് അഭിനയിക്കുന്നു ഇത്രയും കാലത്തിന് അവരുടെ സിനിമാ ജീവിതത്തിൽ വെച്ചിട്ട്. പിന്നെ നയൻതാരയുണ്ട്, കാതറിൻ തെരേസ ഉണ്ട്, സറീന വഹാബ്, നമ്മുടെ മലയാളിയായ സുദേവ് നായർ. അപ്പോൾ ഇത്രയും പേരെ വെച്ചിട്ടാണ് ഇത്രയും വലിയൊരു സ്റ്റാർ കാസ്റ്റാണ് ഉള്ളത്. പക്ഷേ ഈ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും വിചാരിച്ചു ഇതങ്ങനെ വലിയ ഓടില്ല, കാരണം ചിരഞ്ജീവിയുടെ കഴിഞ്ഞ സിനിമകളൊക്കെ അത്ര വലിയ വിജയമൊന്നും അല്ലായിരുന്നു. നമ്മുടെ ഗോഡ് ഫാദർ, നമ്മുടെ ലൂസിഫറിൻ്റെ റീമേക്ക്, അതുപോലെ തന്നെ ബോല ശങ്കർ എന്ന് പറഞ്ഞ വേതാളത്തിൻ്റെ റീമേക്ക്, ഇതൊക്കെ പരാജയമായിരുന്നു. ഇടയ്ക്ക് വാൾട്ടർ വീരയ്യ എന്ന് പറഞ്ഞ സിനിമ മാത്രമാണ് അത്യാവശ്യം തരക്കേടില്ലാതെ ഓടിയത്. അതുകൊണ്ട് തന്നെ ആരും വലിയ പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമ ചിരഞ്ജീവിയുടെ എന്താ പറയുക ഏറ്റവും വലിയ ഹിറ്റായി മാറുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കൊന്ന് നരസിംഹ റെഡ്ഡി, നരസിംഹ റെഡ്ഡി എന്ന് പറയുന്ന ചിരഞ്ജീവിയുടെ മുമ്പത്തെ ഒരു സിനിമയുണ്ട്. ആ ഒരു സിനിമയ്ക്ക് ശേഷം ചിരഞ്ജീവിക്ക് ഏറ്റവും വലിയ ഓപ്പണിംഗ് കിട്ടിയ ഒരു സിനിമയായിരുന്നു. എനിക്ക് തോന്നുന്നു അതിൻ്റെ തന്നെ ഗ്രോസ് ഇതുവരെ അതായിരുന്നു ചിരഞ്ജീവിയുടെ സിനിമകളുടെ ഏറ്റവും വലിയ ഗ്രോസ് കളക്ഷൻ. അതിൻ്റെ കളക്ഷനെല്ലാം കടത്തി വെട്ടി ഏകദേശം 300 കോടിയൊക്കെ കടന്നു എന്ന് തോന്നുന്നു ഇപ്പോൾ വേൾഡ് വൈഡ് ഗ്രോസ്. അത് ചിരഞ്ജീവിനെ സംബന്ധിച്ചിട്ട് വലിയൊരു എന്താ പറയുക, ചിരഞ്ജീവിക്ക് ശരിക്കും ഒരു ആശ്വാസ ഹിറ്റ് തന്നെയാണ്. കാരണം ആ ഒരു ജോണറുണ്ട് ചിരഞ്ജീവി, നാഗാർജുന, വെങ്കടേഷ് എന്ന് പറയുന്ന കൂട്ടത്തിൽ ബാക്ക് ടു ബാക്ക് ഹിറ്റ്സ് കൊടുക്കുന്നത് നമ്മുടെ ബാലയ്യ എന്ന് വിളിക്കുന്ന ബാലകൃഷ്ണയാണ്. അപ്പോൾ ചിരഞ്ജീവിക്ക് അങ്ങനെ ഒരു ബാലയ്യ പോലത്തെ ഒരു വലിയ ഹിറ്റുകളില്ലായിരുന്നു. പക്ഷേ ചിരഞ്ജീവിക്ക് ഇപ്പോൾ വലിയൊരു ഹിറ്റ് വന്നിരിക്കുകയാണ്. ഇനിയും വേണം. ഞാൻ പറഞ്ഞ ഒരു ബാക്ക് ടു ബാക്ക് ഇത് കേട്ട് 2 ഫ്ലോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ കാര്യമില്ല. എന്തായാലും ചിരഞ്ജീവിക്ക് അതൊരു ആശ്വാസ ഹിറ്റാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു സംവിധായകൻ അനിൽ രവിപ്പൊടി, അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ഇതിൻ്റെ ഒരു സക്സസ് ഒക്കെ കേട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ സിനിമകളുടെ സക്സസ് ഞാൻ അതിനായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓഡിയൻസിന് വേണ്ടിയാണ് സിനിമകൾ ചെയ്യുന്നത്, ഞാൻ ഫെസ്റ്റിവൽ സിനിമകളാണ് ചെയ്യുന്നത്. എന്നെ പലവരും കളിയാക്കാറുണ്ട് ഇടക്കാലത്തൊക്കെ, ഇത് വെറും ടെലിവിഷനിലൊക്കെ വരണം തറ ജോക്സ് ഒക്കെ സ്ക്രിപ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന വെറും ഒരു ലോക്കൽ സംവിധായകൻ എന്നൊക്കെയാണ്. പക്ഷേ ഞാനൊന്നും വകവയ്ക്കാറില്ല. പക്ഷേ ഞാൻ ക്രിറ്റിസിസംസ് ഞാൻ എടുക്കാറുണ്ട്, ഞാനത് കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ നോക്കാറുണ്ട്. ഈ ഭഗവന്ത് കേസരി മാത്രമാണ് ഞാൻ എൻ്റെ ഒരു ജോണറിൽ നിന്ന് മാറി ഞാൻ ചെയ്തത്. അത് കുറച്ചുകൂടി സീരിയസ് മോഡുള്ള സിനിമയായിരുന്നു. പക്ഷേ അത് ഭയങ്കര ഹിറ്റായി, എനിക്ക് അതിൻ്റെ നാഷണൽ അവാർഡ് കിട്ടി. പിന്നെ നമുക്കറിയാം ഭഗവന്ത് കേസരി അതിൻ്റെ റീമേക്കാണ്. ഇപ്പോൾ ജനനായകൻ എന്ന് ആദ്യം മുതലേ പറഞ്ഞിരുന്നു, ട്രെയിലർ വന്നു കഴിഞ്ഞപ്പോൾ അത് ഉറപ്പിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് എനിക്കൊരു റീമേക്ക് ചെയ്യാൻ എനിക്ക് കോൺഫിഡൻസ് ഇല്ല, എനിക്ക് തമിഴ് എത്ര വലിയ പിടിയില്ല, അതുകൊണ്ടാണ് ഞാൻ റീമേക്ക് ചെയ്യാത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഇപ്പോഴും ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല അതിൻ്റെ റീമേക്ക് ആണെന്നുള്ളത്. പക്ഷേ നമ്മളതിൻ്റെ ട്രെയിലറെ കണ്ടപ്പോൾ തന്നെ ജനനായകൻ ഭഗവന്ത് കേസരി റീമേക്കാണ് നമുക്ക് മനസ്സിലായത്. എന്തായാലും അനിൽ രവിപ്പൊടി ഇപ്പോൾ ബാക്ക് ടു ബാക്ക് ഹിറ്റ്സ്, എനിക്കൊന്ന് 4-5 ഹിറ്റുകളായി. ഇപ്പോൾ ആ ഒരു സിനിമ ഏകദേശം എനിക്ക് തോന്നുന്നു നെറ്റ്ഫ്ലിക്സ് ആണ് എടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ഈ പറയുന്ന പോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് അല്ല, സീ ആണ്. ചിരഞ്ജീവിയുടെ സിനിമ സീ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പം നമ്മുടെ നവീൻ പോളി ഷെട്ടിയുടെ സിനിമ, നവീൻ പോളി ഷെട്ടിയാണ് ഇതുപോലെ 4ാമത്തെ ഹിറ്റാണ്, ബാക്ക് ടു ബാക്ക് 4ാമത്തെ ഹിറ്റാണ്. അപ്പം നവീൻ പോളി ഷെട്ടിനെ കുറിച്ച് പറഞ്ഞ പണ്ടൊരു ഹിന്ദി സിനിമയിൽ നമ്മുടെ നിവിൻ പോളിനെ ആലോചിച്ച് ആ ഡയറക്ടർക്ക് തെറ്റുപറ്റി നിവിൻ പോളി എന്നുള്ളത് മാറി നവീൻ പോളിയായിട്ട് നവീൻ പോളി ഷെട്ടിനെ സെലക്ട് ചെയ്തു എന്നൊക്കെ ഈ അടുത്തും സോഷ്യൽ മീഡിയയിലൊക്കെ എന്താ പറയുക നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ എന്താ പറയുക ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടാണ്, സിനിമയോട് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരാൾ തന്നെയാണ്.
അങ്ങനെ അദ്ദേഹം ഇപ്പോൾ കുറച്ച് നല്ല നല്ല ഹിറ്റ് ഡിഫറൻ്റ് ആയിട്ടുള്ള സിനിമകളൊക്കെ ചെയ്യുന്ന രസകരമായിട്ടുള്ള എൻ്റർടൈനിങ് സിനിമകൾ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അണഗണക ഒക്കെ രാജു എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ആ ഒരു സിനിമയിൽ നവീൻ പോളിഷെട്ടി ഉണ്ട്, മീനാക്ഷി ചൗധരി ഉണ്ട്, റാവു രമേശ്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ആ ഒരു സിനിമ ഏകദേശം ഒരു 85 കോടിയുടെ മുകളിൽ വേൾഡ് വൈഡ് ഗ്രോസും ഇന്ത്യയിലെ നെറ്റ് കളക്ഷൻ ഏകദേശം 50 കോടിയാണ്. പക്ഷേ ചെറിയൊരു ബഡ്ജറ്റിലാണ് സിനിമ. ആ സിനിമ ലാഭമായിരിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നവീൻ പോളിഷെട്ടി പറഞ്ഞത്, ഈ ഒരു സംക്രാന്തി സീസൺ എനിക്ക് ഒരിക്കലും ലൈഫിൽ മറക്കാൻ പറ്റില്ല. എനിക്ക് ആ ഒരു സന്തോഷം തനിക്ക് എൻ്റെ പ്രേക്ഷകർക്കും എൻ്റെ ഇതിൻ്റെ അണിയർ പ്രവർത്തകർക്കൊക്കെ നന്ദി പറയുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ആ ഒരു സിനിമ ഉടനെ എന്തായാലും വരും. അപ്പോൾ എല്ലാം കൊണ്ടും എന്തായാലും പ്രൊഡ്യൂസർക്ക് നല്ല ലാഭമാണ്. തിയേറ്ററിൽ തന്നെ നല്ല കളക്ഷൻ കിട്ടി, ഡിജിറ്റൽ റൈറ്റ്സും മറ്റ് സാറ്റലൈറ്റ് റൈറ്റ്സും വിറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പ്രൊഡ്യൂസർ നല്ല ഹാപ്പി ആയിരിക്കും. അദ്ദേഹം ശരിക്കും സേഫ് തന്നെയാണ്. പിന്നെ നാരി നടുവ മുരാരി എന്ന് പറയുന്ന ഒരു സിനിമ, അത് ശർവാനന്ദിന് കുറേ നാളുകളായിട്ട് ഫ്ലോപ്പുകളാണ്. അപ്പോൾ ഈ ഒരു സിനിമ ശർവാനന്ദ് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. അപ്പോൾ ശർവാനന്ദുണ്ട് ഇതിൽ, സാക്ഷി വൈദ്യ, സംയുക്ത, രണ്ടുപേരും മലയാളികൾക്കറിയാം. സംയുക്ത മലയാളിയാണ്. സാക്ഷി വൈദ്യ ഇപ്പോൾ ഹാൽ എന്ന് പറയുന്ന ഒരു സിനിമയിലൊക്കെ വന്നിട്ടുള്ളതാണ്. പിന്നെ നരേഷ്, സമ്പത്ത് രാജ്, സുനിൽ, വെണ്ണല കിഷോർ, ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അതിൽ ശരിക്കും അതൊരു ഫാമിലി റൊമാൻറ്റിക് ഫൺ ഒരു മൂവിയാണ്. ഒരുപാട് ചിരിക്കാൻ പറ്റിയ, ഒരുപാട് ആഘോഷിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെ. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സിനിമ തിയേറ്ററിൽ സക്സസ് ആയിരിക്കാൻ. അതിൻ്റെ ഒരു സക്സസ് മീറ്റിൽ ഇദ്ദേഹം പറഞ്ഞത്, ഇതിലെ നായകൻ പറഞ്ഞത്, ഇതിൻ്റെ പ്രൊഡ്യൂസർക്ക് ഞാൻ അടുത്ത സിനിമ ഞാൻ പേയ്മെൻറ്റ് വാങ്ങാതെ ഞാൻ ചെയ്യും. കാരണം അദ്ദേഹത്തിന് കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ഹിറ്റ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഭയങ്കര കളക്ഷൻ ഒന്നും ഇത് കിട്ടിയിട്ടില്ല. ഏകദേശം ഒരു 25 കോടി എന്തോ ആണ് ഇന്ത്യയിൽ നെറ്റ് കളക്ഷൻ കിട്ടിയത്. വേൾഡ് വൈഡ് ഒരു 30-35 കോടിയൊക്കെ വന്നിട്ടുണ്ടാവുള്ളൂ. പക്ഷേ എൻ്റെ ബഡ്ജറ്റ് ചെറിയ ബഡ്ജറ്റാണെന്നാണ് പറഞ്ഞത്. ഒരു 10 കോടി 15 കോടിയുടെ അടുത്തൊക്കെ അതിൻ്റെ ബഡ്ജറ്റുള്ളൂ. പിന്നെ ഇതിലിപ്പോൾ സാറ്റലൈറ്റും മറ്റു റൈറ്റ്സൊക്കെ വിറ്റ് പോയി കഴിയുമ്പോൾ എന്തായാലും അതിൻ്റെയും പ്രൊഡ്യൂസർക്ക് എന്താ പറയുക, ഒരു ലാഭം തന്നെയായിരിക്കും. പിന്നെ രവി തേജയുടെ സിനിമയാണ്. രവി തേജയുടെ സിനിമ, അതിൽ ശരിക്കും പറഞ്ഞാൽ അതിശയി പറഞ്ഞല്ലോ, സുനിലും വെണ്ണല കിഷോറും ആഷിക രംഗനാഥ് എന്ന് പറയുന്ന നായികയും ഒക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു സിനിമ പരാജയമാണ്. ഇതുവരെ ഏകദേശം വേൾഡ് വൈഡ് ഒരു 20 കോടി എന്തോ കളക്ഷൻ വന്നിട്ടുള്ളൂ. ഇന്ത്യ നെറ്റ് കളക്ഷനും ഒരു 15 കോടി. എന്തായാലും ഒരു രവി തേജയുടെ ശരിക്കും ഒരു മാസ് മഹാരാജ എന്ന് പറഞ്ഞ രവി തേജയുടെ സിനിമകളെ വെച്ച് നോക്കുമ്പോൾ അതിനുള്ള കളക്ഷനൊന്നും കിട്ടിയിട്ടില്ല. കാരണം രവി തേജയുടെ സിനിമയെക്കാട്ടും കളക്ഷനാണ് ഇപ്പോൾ ശർവാനന്ദിൻ്റെയും അല്ലെങ്കിൽ നവീൻ പോളിഷെട്ടി സിനിമയ്ക്കൊക്കെ കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രവി തേജയ്ക്ക് ഒരു പരാജയം തന്നെയാണ്. രവി തേജ ആണെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് രവി തേജയ്ക്ക് അത്യാവശ്യം എല്ലാം പരാജയമാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതും വലിയൊരു പരാജയമാണ്. രവി തേജയുടെ അവസ്ഥ ഇപ്പോൾ കുറച്ച് മോശത്തിലാണ്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയൊരു സിനിമയൊക്കെ രവി തേജയുടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. നമ്മുടെ മാളികപ്പുറത്തിൻ്റെ ഒക്കെ ഒരു പോസ്റ്ററൊക്കെ പോലെ, ഞാൻ ആ സിനിമയുടെ പേര് മറന്നുപോയി, ഇരുമുടി എന്നോ അങ്ങനെ എന്തോ സിനിമയുടെ പേര്. അപ്പോൾ അത് രവി തേജ ഇത്തിരി ഡിഫറൻ്റ് ആയിട്ട് ചെയ്യുമായിരിക്കും. കാരണം രവി തേജയുടെ കഴിഞ്ഞ സിനിമകളൊക്കെ കുറേ ക്രിറ്റിസിസംസ് കിട്ടുന്നുണ്ട്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇറങ്ങിയ ഈ ഒരു സിനിമയ്ക്ക്, ഈ സംക്രാന്തി സിനിമയിൽ അത്ര വലിയ മോശം സിനിമയൊന്നുമല്ല. പക്ഷേ കഴിഞ്ഞ കുറേ സിനിമകൾ പരാജയമായതുകൊണ്ടായിരിക്കും രവി തേജയ്ക്ക് ഇത് എന്താ പറയുക, ഒരു മോശം അവസ്ഥയായത്. എങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സംക്രാന്തിയുടെ ഒരു വിന്നർ എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും അത് ചിരഞ്ജീവി തന്നെയാണ്. അപ്പോൾ ബാലയെ പോലെ തന്നെ ചിരഞ്ജീവിക്കും വലിയൊരു 300 കോടിയുടെ ഒരു കളക്ഷനിലൊക്കെ നേടിയിരിക്കുകയാണ്. പിന്നെ നവീൻ പോളിഷെട്ടിക്ക് എന്താ പറയുക, അത്യാവശ്യം ഒരു നല്ലൊരു വിജയം നേടി. ഈ പറയുന്ന ശർവാനന്ദ് എന്ന് പറയുന്ന നടനും ഒരു ആശ്വാസ വിജയം തന്നെ നേടി. പരാജയമായി പോയത് പ്രഭാസിനും അതുപോലെ തന്നെ രവി തേജയ്ക്കും. ശരിക്കും പ്രഭാസാണ്. കാരണം രവി തേജയുടെയും കാട്ടും വലിയൊരു ബഡ്ജറ്റിലാണ് പ്രഭാസിൻ്റെ രാജാസാബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് അത്രയും വലിയൊരു ക്യാൻവാസിൽ ഒരു സിനിമ ചെയ്തിട്ട് അത് പരാജയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രഭാസിൻ്റെ താരമൂല്യത്തിനെയും ബാധിക്കുന്നതാണ്. ഈ പറഞ്ഞ സംവിധായകനെയൊക്കെ പ്രൊഡ്യൂസറൊക്കെ ബാധിക്കുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ പ്രഭാസ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പൊങ്കൽ സീസണും ഈ സംക്രാന്തി സീസണും രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സംക്രാന്തിയാണ് ശരിക്ക്, ഈ സംക്രാന്തിക്കാണ് ഒരുപാട് ആഘോഷ സിനിമകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു തെലുങ്കിനെയും തമിഴിനെയും എടുത്തു നോക്കിയിട്ട് ഞാൻ എവിടെ വായിച്ചൊരു ആർട്ടിക്കിൾ വായിച്ചു, തമിഴ് സിനിമ എന്തുകൊണ്ട് തെലുങ്കിനെക്കാട്ടൊക്കെ ഒരുപാട് താഴെ കളക്ഷനിൽ പോകുന്നതിൻ്റെ കാരണം തെലുങ്ക് ടോപ്പായിട്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കളക്ഷൻ നിൽക്കുന്നത് ഹിന്ദിയോടൊപ്പം തന്നെ നിൽക്കുന്നത്. എനിക്കൊണ്ട് ഹിന്ദിയെക്കാട്ടും മുകളിൽ ചില സമയങ്ങളിൽ തെലുങ്ക് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം പറയുന്നത് തെലുങ്ക് സിനിമകൾ അവർ ആഘോഷ സീസണിൽ വരുന്ന സിനിമകൾ അവർ ആഘോഷിക്കേണ്ട സിനിമകൾ കൊണ്ടുവന്ന് തരും. അവിടെ അവർ എന്താ പറയുക, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സിനിമകളോ അല്ലെങ്കിൽ വെറുതെ ഒരു OTTയിൽ മാത്രം കാണാൻ പറ്റുന്ന തരത്തിലുള്ള സിനിമകളൊന്നും അല്ല അവർ ചെയ്യുക. അവരുടെ സിനിമകൾ എന്തായാലും ഫെസ്റ്റിവൽ സിനിമയായിരിക്കും. അതിൻ്റേതായ ഒരു ഓഡിയൻസ് വരും. അത് ചിലപ്പോൾ ഇത്തിരി ഒരു മോശം സിനിമയാണെങ്കിൽ പോലും ഒരു മിനിമം ഓഡിയൻസ് ആദ്യത്തെ ഒരു 3-4 ദിവസം നല്ലൊരു കളക്ഷൻ കിട്ടുന്ന തരത്തിൽ ചെയ്യുന്നതുകൊണ്ട് പ്രൊഡ്യൂസർക്ക് നഷ്ടം വന്നാൽ തന്നെ ഒരു മിനിമം നഷ്ടത്തിലേക്കേ പോവുള്ളൂ. അതുതന്നെയാണ് അവരുടെ ഒരു എന്താ പറയുക, ഒരു നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ തമിഴിന് വെച്ച് നോക്കുമ്പോൾ ഹിറ്റുകൾ കൂടുതൽ തെലുങ്ക് വരണതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ സിനിമകളെല്ലാവരും, ഇപ്പോൾ ഞാൻ ഈ അടുത്ത ഒരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ചിരഞ്ജീവിയുടെ സിനിമയൊക്കെ കുറേ നാളുകൾക്ക് ശേഷമാണ് എൻജോയ് ചെയ്ത്. ചിരഞ്ജീവിയുടെ സിനിമകളൊക്കെ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ കണ്ടിട്ടുള്ള ഒരു പ്രായമായിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞാൽ അദ്ദേഹം ഈ ഒരു സിനിമ 3 തവണ പോയി കണ്ടു എന്നാണ്. കുറേ നാളുകൾക്ക് ശേഷം ചിരഞ്ജീവിയുടെ സിനിമ തിയേറ്ററിൽ റിപ്പീറ്റായിട്ട് കണ്ടു എന്നാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ഒരു സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒപ്പീനിയനൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യാം.